നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ ചൂട്ടിലെ കോൺക്രീറ്റ് മുഴുവൻ ഇളകിപ്പോയി ലൈൻ കമ്പിയിലേക്ക് പതിച്ച് വൻ അപകടം ഉണ്ടാകാൻ സാധ്യത. കാലങ്ങളായി തുരുമ്പ് പിടിച്ച ലൈറ്റുകൾ പ്രവർത്തനരഹിതമായ നിലയിലുമാണ്. രജത ജൂബിലി നിറവിൽ വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. രജത ജൂബിലി ആഘോഷം മെയ് 5-ന് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ നഗരത്തിൽ റോഡും നടപ്പാതയും കയ്യേറി വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് തുടരുകയാണ്. മിക്കയിടങ്ങളിലും നോ പാർക്കിംഗ് ബോർഡുകളുടെ മുന്നിലാണ് വാഹനങ്ങൾ നിർത്തിയിടാറുള്ളത്. നഗരസഭ നൽകിയിരിക്കുന്ന പാർക്കിംഗ് സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. സംയുക്ത ട്രേഡ് യൂണിയൻ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. CITU എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് PS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിൽ നിന്ന് വിരമിച്ച നഗരസഭ ടൗൺ ഹാൾ വാച്ചർ ജയകുമാറിന് നഗരസഭ കൗൺസിൽ ഹാളിൽ യാത്രയയപ്പ് നൽകി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി അധ്യക്ഷത വഹിച്ച യാത്രയയപ്പ് യോഗം നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിലെ കോൺക്രീറ്റ് മുഴുവൻ ഇളകിപ്പോയി ലൈൻ കമ്പിയിലേക്ക് പതിച്ച് വൻ അപകടം ഉണ്ടാകാൻ സാധ്യത. കാലങ്ങളായി തുരുമ്പ് പിടിച്ച് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായ നിലയിലുമാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇത് അഴിച്ചുമാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിലെ കോൺക്രീറ്റ് മുഴുവൻ ഇളകിപ്പോയി ലൈൻ കമ്പിയിലേക്ക് പതിച്ച് വൻ അപകടം ഉണ്ടാവാൻ സാധ്യത. കാലങ്ങളായി തുരുമ്പ് പിടിച്ച് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായ നിലയിലുമാണ്. ദിനംപ്രതി നിരവധി ആളുകളാണ് ലൈറ്റിന് താഴ്ഭാഗത്തുകൂടി സഞ്ചരിക്കുന്നത്. കൂടാതെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചെരിഞ്ഞു വീഴാനും സാധ്യതയുള്ളതിനാൽ എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ബാക്കി കാണുന്ന ഈ പോസ്റ്റ് നമ്മളെ ലൈൻ കമ്പിയിലോട്ട് വീഴാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ താഴെയുള്ള കോൺക്രീറ്റ് കംപ്ലീറ്റ് എല്ലാം കംപ്ലീറ്റ് കോൺക്രീറ്റ് പോയി. ഏത് നിമിഷം വേണമെങ്കിലും ലൈൻ കമ്പിയിലോട്ട് വീഴാം. ഒന്നുണ്ടെങ്കിൽ ലൈൻ കമ്പിയിലോട്ട് ചെരിഞ്ഞ ആൾക്കാർ താഴെ പിടിച്ചാൽ ആൾക്കാർക്ക് അപകടം ഉണ്ടാകും. അതുകൊണ്ട് എത്രയും വേഗം അതൊന്ന് മാറ്റി സ്ഥാപിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് നന്നായിട്ട് ചെയ്യുമോ, അല്ലെന്നുണ്ടെങ്കിൽ അത് മൊത്തം തുരുമ്പ് പിടിച്ചിരിക്കുന്നതാണ്. അത് വർക്ക് ചെയ്യുന്നില്ല. ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് ഇവിടുന്ന് അഴിച്ചു മാറ്റാനുള്ള എത്രയും പെട്ടെന്ന് തീരുമാനം എടുത്താൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ എന്തോ ആൾക്കാർക്കും കടക്കാർക്കും എല്ലാം അപകടം ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സുദീർഘ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അംഗനവാടി ടീച്ചർമാർക്ക് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 4 അംഗൻവാടി ടീച്ചർമാർക്കാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. ത്രേസ്യാമ്മ MD, ഇന്ദിര NG, സിസിലി PV, ജാൻസി TP എന്നിവർക്കാണ് യാത്രയയപ്പ് സ്വീകരണം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു. വെറും 12,000 രൂപ ശമ്പളം മേടിച്ച് നാമമാത്രമായി പെൻഷനും മേടിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ച് ഇറങ്ങി പോകുന്ന ടീച്ചർമാർ ഇപ്പോഴും കഷ്ടപ്പാടിൽ തന്നെയാണ് പോകുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസത്തെ ഇലക്ഷന് പോലും 100-300 വീടുകളിൽ ശില്പ കൊണ്ടേ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ടീച്ചർമാരുടെ കയ്യിലായിരുന്നു. ഈ മലയുടെ മുകളിലൊക്കെ ഞങ്ങൾ പാർട്ടിക്കാരാണെങ്കിൽ 4 സ്കോഡ് 5 സ്കോഡിന് കൊടുത്ത് തീർക്കേണ്ട കാര്യം ഒരു ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഈ വെയിലത്ത്, ഇതുപോലെയുള്ള വെയിലത്ത് നടന്ന് ഈ ശില്പ് കൊടുക്കുന്ന ഉത്തരവാദിത്വം. അതുപോലെ പ്രളയമായപ്പോൾ കോവിഡായപ്പോൾ ഒക്കെ ടീച്ചർമാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ നിസ്സാര ഉത്തരവാദിത്വം ആയിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വിരമിച്ച അധ്യാപികമാരെ ചടങ്ങിൽ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാച്ച് ജോസഫ്, ICDS സൂപ്പർവൈസർ ലാലി മാത്യു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിജി ചാക്കോ, പ്രഭാ തങ്കച്ചൻ,
വിൻസൻ വള്ളാടി, രാജു കല്ലറിക്കൽ, ടിൻഡു സുഭാഷ്, സെലിൻ മാത്യു, ഏലിയാമ്മ ജോയ് എന്നിവർ പ്രസംഗിച്ചു. നിരവധി പ്രദേശവാസികളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രജത ജൂബിലി നിറവിൽ വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രജത ജൂബിലി ആഘോഷം മെയ് 5-ന് വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോനപ്പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ബേബി ജോൺ മഞ്ചേരിയിൽ, സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോസ് കുഴികണ്ണിയിൽ എന്നിവർ അറിയിച്ചു. കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മരത്തക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. രജത ജൂബിലി നിറവിൽ മധ്യകേരളത്തിലെ ആദ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയായ വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രജത ജൂബിലി ആഘോഷം മെയ് 5-ന് വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോനപ്പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ബേബി ജോൺ മഞ്ചേരിയിൽ, സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോസ് കുഴിക്കണ്ണിയിൽ എന്നിവർ അറിയിച്ചു. ഇതിൻ്റെ 25-ാം വർഷം ജൂബിലി ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ 25 വർഷക്കാലം ചെയ്ത സേവനങ്ങളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. വളരെ ഏറെ ആളുകൾക്ക്, ഏകദേശം 7500 അടുത്ത ആളുകൾക്ക് ശുശ്രൂഷ രംഗത്ത് നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് ശാന്തമായിട്ടും സമാധാനത്തോടു കൂടിയും ഈ ലോകത്തിൽ നിന്ന് വേർപിരിയാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ഇന്നും ആ സ്ഥാപനം വളരെയേറെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഒരുപറ്റം നല്ല ആളുകളുടെ, നല്ല മനുഷ്യരുടെ, അഭ്യുദയകാംക്ഷികളുടെ സഹായവും സഹകരണവും കൊണ്ടാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് അവിടെ സേവനം ചെയ്യുന്ന ഡോക്ടർ മാത്യൂസ്, അദ്ദേഹത്തിൻ്റെ സേവനം വളരെ വലുതാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇവിടെ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സ്, നേഴ്സസ്, സഹായിക്കുന്ന മറ്റു കുട്ടികൾ എല്ലാവരെയും വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടാണ് സെൻറ്റ് ജോർജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഈ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനായിട്ട് സാധിച്ചതിൽ എനിക്കുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മരത്തിക്കണ്ടത്തിൽ രജത ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രിയോടനുബന്ധിച്ച് 1999 ആരംഭിച്ച പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക് 7200-ലധികം രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാന്ത്വന പരിചരണം നൽകിക്കൊണ്ട് സേവനത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. രോഗനിർണയം മുതൽ വിവിധ ഘട്ടം ചികിത്സകളുടെ ശാരീരികവും മാനസികവുമായ വേദനകളുടെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെയും ദുരിതങ്ങൾക്ക് ശേഷം പാലിയേറ്റീവ് പരിചരണത്തിൽ അഭയം തേടുന്നവരാണ് ഇവിടെ എത്തുന്ന ഭൂരിഭാഗം രോഗികളും. അവരെ വളരെയധികം ബഹുമാനത്തോടെ, കരുണാപൂർവ്വവും സ്നേഹനിർഭരവുമായ പരിചരണത്തിലൂടെ ശേഷിക്കുന്ന ജീവിതം ചൈതന്യപൂർണ്ണമാക്കുന്നതിനും ശാന്തവും സമാധാനപൂർണവുമായ ഒരു ജീവിതാവസാനത്തിലേക്ക് മാനസികമായി ഒരുക്കുന്നതിനും പാലിയേറ്റീവ് ക്ലിനിക് ശ്രമിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസം വീടുകളിലെത്തി രോഗികൾക്ക് ആവശ്യമായ സാന്ത്വന പരിചരണവും പാലിയേറ്റീവ് ക്ലിനിക് നൽകി വരുന്നു. ചികിത്സ പൂർണ്ണമായി സൗജന്യമായി നൽകുന്ന ക്ലിനിക് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും നിസ്വാർത്ഥമായ സഹകരണവും പിന്തുണയും ഒന്നുകൊണ്ട് മാത്രമാണെന്നത് നന്ദിപൂർവ്വം സ്മരിക്കുന്നുവെന്ന് ഡോക്ടർ മാത്യൂസ് നമ്പേലി, ഡോക്ടർ സോണി ജെയിംസ്, അഡ്വക്കേറ്റ് ജോളി വട്ടക്കുഴി, PRO ജോസ് പുളിക്കായത്ത്, സിസ്റ്റർ അഖില എന്നിവർ പറഞ്ഞു. ദൈവപരിപാലനയിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്ററിനെ ഡോക്ടർ മാത്യൂസ് ആണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും എൻ്റെ എല്ലാ സഹപ്രവർത്തകരും അവരുടെ നിസ്വാർത്ഥമായ സേവനം ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും നൽകുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ സെൻറ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളുടെ സേവനം തുടർന്നും വാഗ്ദാനം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ സിസ്റ്റേഴ്സിൻ്റെ സേവനം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഡോക്ടർ ലാൽ, വാഴക്കുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ 25ാം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളട്ടെ. ഇത് ആരംഭിക്കാനുള്ള തുടക്കക്കാരൻ എന്ന രീതിയിൽ ഞാൻ അന്നത്തെ കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ഏതാണ്ട് 25 വർഷം മുമ്പ് അന്ന് വാഴക്കുളത്ത് ഈ പാലിയേറ്റീവ് കെയർ എന്തെന്ന് ആർക്കും അറിയാൻ വയ്യ, എനിക്കും അറിയില്ലായിരുന്നു. ഒരിക്കൽ
ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രാജഗോപാൽ സാറിൻ്റെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ഒരു ടോക്ക് കേൾക്കാനിടയായി. അതിനുശേഷം അദ്ദേഹത്തോട് ബന്ധപ്പെട്ടപ്പോഴാണ് നമുക്കിവിടെ ഇങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തുടങ്ങാൻ പറ്റില്ല, നമുക്കതിന് ട്രെയിനിങ് വേണം, 1 മാസമെങ്കിലും ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ പറഞ്ഞു, സെൻറ്റ് ജോർജിലെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ അത് വളരെ സപ്പോർട്ടായിരുന്നു, കുഴപ്പമില്ല, നമുക്കങ്ങനെയാണെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങുകയും ചെയ്യുമല്ലോ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞു. അത് 1 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു. അപ്പോൾ അപ്പോഴത്തെ അന്നത്തെ ഡോക്ടർ മോഹൻ വർഗീസ്, അന്നത്തെ മെഡിക്കൽ സൂപ്രണ്ട്, വളരെ സപ്പോർട്ടായിരുന്നു. നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ളത്. കാരണം പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ അന്നേരം ആണ് എനിക്ക് മനസ്സിലായത്, ഇത് വെറുതെ വേദന കുറയ്ക്കുക എന്നുള്ളതല്ല, ഈ മാറാ രോഗങ്ങൾ ബാധിച്ച ആൾക്കാർക്ക് വേണ്ട ഫുൾ സപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത്, സാന്ത്വനമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാതെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം പോലെ എവിടെയെങ്കിലും നമുക്ക് ആരെങ്കിലും ഡൊണേഷൻ കൊണ്ട് തരാറുണ്ട്. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇതാ പറയുന്നത്, നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പല ആൾക്കാരും കാണും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ വാഴക്കുളത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ തന്നെ. നമുക്ക് അതിനുശേഷം നമുക്ക് മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബ് ഒരു മാച്ചിങ് ഗ്രാൻഡ് നമുക്ക് സംഘടിപ്പിച്ചു തന്നു. അപ്പോൾ അതിന് നമ്മൾ കുറേ പൈസ നമുക്ക് ആദ്യം ലക്ഷങ്ങൾ നമ്മൾ ആദ്യം ഉണ്ടാക്കണമായിരുന്നു. അത് കൊടുത്തുമ്പോൾ ഒരു മാച്ചിങ് ഗ്രാൻഡ് നമുക്ക് സംഘടിപ്പിച്ച് തരുമായിരുന്നു. അപ്പോൾ അതിനെന്ത് വേണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പ്രശസ്ത സിനിമാതാരൻ മോഹൻലാൽ നമ്മളെ സഹായിക്കാനെത്തി. അതും മോഹൻ വർഗീസ് സാറ് പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ഒരു ഡോക്ടർ അലക്സാണ്ടർ കോഴിക്കോടുള്ള മോഹൻലാലിൻ്റെ ഫ്രണ്ടാണ്. അതുവഴിയാണ് നമുക്കൊരു മോഹൻലാലിനെ കിട്ടിയത്. അങ്ങനെ ഒരു സായാഹ്നം, മോഹൻലാലുമായിട്ടൊരു സായാഹ്നം എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ നമുക്ക് വേണ്ട ഫണ്ട് നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് മാച്ചിങ് ഗ്രാൻഡ് ഉണ്ടായി. ആ മാച്ചിങ് ഗ്രാൻഡിൽ നിന്നാണ് നമുക്ക് ഹോം കെയറിനുള്ള വണ്ടി ലഭിച്ചത്. അതുപോലെ തന്നെ IP കിടക്കാനുള്ള എല്ലാ ബെഡുകൾ, കട്ടിൽ, IV ഫ്ലൂയിഡ്സ്, ഡ്രിപ്പ്, എല്ലാ മെഷീൻസും, എല്ലാ സാധന സാമഗ്രികളും നമുക്ക് ആ മാച്ചിങ് ഗ്രാൻഡിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ IP, അതുപോലെ തന്നെ OP, അതുപോലെ ഹോം കെയർ, ഇത് 3 നമ്മളിവിടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. അതിനെല്ലാം സപ്പോർട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ സപ്പോർട്ട് അത് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റിയത്. കിനിയാമാതായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അതുപോലെ സിസ്റ്റേഴ്സ്, എയ്മി സിസ്റ്റർ, ഹിൽഡാമ, സാൽമ സിസ്റ്റർ, എല്ലാവരും നമ്മൾ ഹോം കെയറിനെ എപ്പോൾ വിളിച്ചാലും നമ്മൾ പോകാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമുക്ക് ഡ്രൈവർ ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് പൈസ കൊടുക്കാനില്ലാത്ത ഞാൻ തന്നെ ഓടിച്ചു. സിസ്റ്റേഴ്സ് എല്ലാവരും വന്ന് നമുക്കങ്ങനെ ഹോം കെയർ ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കുക, നമുക്ക് അവരെ പോയി നമുക്ക് ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഇത്ര പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കും, വളരെ പെട്ടെന്ന് 20 വർഷം ആയോ എന്ന് ഞാൻ ഓർത്തുപോയി. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇനിയും കൂടുതൽ ആൾക്കാർക്ക് ആശ്വാസവും സാന്ത്വനവും എല്ലാം നൽകാൻ വാഴക്കുളത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ രോഗാവസ്ഥയെല്ലാം മൂർച്ഛിച്ച്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെല്ലാം മൂർച്ഛിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഒരു സാന്ത്വന പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ആരംഭം. പാലിയം എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം പുതപ്പ് എന്നാണ്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാം തളരുകയും യാതന അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്നേഹത്തിൻ്റെ സാന്ത്വന സ്പർശം എന്ന പുതപ്പ് ഉപയോഗിച്ച് അവരെ പുതപ്പിച്ച് സമൂഹത്തോടെ ഒന്നിച്ചു നിർത്തുക, ആളുകളോട് ഒന്നിച്ചു നിർത്തുക, കുടുംബാംഗങ്ങളോട് ഒന്നിച്ചു നിർത്തുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വാഴക്കുളത്ത് തുടങ്ങിയ ഈ പ്രസ്ഥാനം അതിൻ്റെ 25ാമത് വർഷം, രജത ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ ഏതാണ്ട് 7500ഓളം പേഷ്യൻസിന് സ്വാന്തന സ്പർശനയാകാൻ വാഴക്കുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിക്കുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെല്ലാവരുമുണ്ട്. ചുറ്റുവട്ടമുള്ള വിവിധ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികളുണ്ട്. ഇടവകയിലെ ഭക്തസംഘടനകൾ, അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന അതിൻ്റെ പ്രതിനിധികളുണ്ട്. എല്ലാവരുടെയും സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സൊസൈറ്റിക്ക് ഇത്രയും വലിയ ഒരു സ്ഥിരമായ യാതൊരുവിധ സാമ്പത്തിക സ്രോതസ്സും ഇല്ലാതെ തന്നെ സുഗമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും സഹകരണങ്ങളുണ്ട് മാത്രമാണ്. വീടുകളിൽ ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോം കെയർ സംവിധാനവും ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലുണ്ട്. നേഴ്സസ് വീടുകളിൽ പോയി ആ രോഗികൾക്ക് വേണ്ട ഫോളോ അപ്പും അവർക്ക് ബാക്കിയുള്ള മരുന്നടക്കമുള്ള കാര്യങ്ങൾ ഇവിടുന്ന് നൽകി വരുന്നു. അങ്ങനെ വാഴക്കുളം പ്രദേശത്തുള്ള ദീർഘകാല രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്കുള്ള ഒരു ആശ്രയ കേന്ദ്രമായിട്ടാണ്
വാഴക്കുളം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായിട്ട് സൗജന്യ ചികിത്സ ഇവിടെ നിന്ന് നൽകുന്നു. മരുന്നുകളും സൗജന്യമായിട്ടാണ് നൽകുന്നത്. കഴിഞ്ഞ 25 വർഷങ്ങളിലായി 7000-ത്തിലധികം രോഗികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് സാന്ത്വന പരിചരണം നൽകുവാൻ ഈ യൂണിറ്റിന് കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കാരുണ്യത്തിൻ്റെ അടയാളമാണ്. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. തൊടുപുഴ നഗരത്തിൽ റോഡും നടപ്പാതയും കയ്യേറി വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് തുടരുകയാണ്. മിക്കയിടങ്ങളിലും നോ പാർക്കിംഗ് ബോർഡുകളുടെ മുന്നിലാണ് വാഹനങ്ങൾ നിർത്തിയിടാറുള്ളത്. നഗരസഭ നൽകിയിരിക്കുന്ന പാർക്കിംഗ് സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. വ്യാപാര സ്ഥാപനങ്ങൾ ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യം നൽകാത്തതും അനധികൃത പാർക്കിങ്ങിന് കാരണമാണ്. കാൽനടക്കാർക്ക് ബുദ്ധിമുട്ടും ഗതാഗത തടസ്സവും സൃഷ്ടിച്ച് റോഡരികിൽ നിർത്തിയിട്ട് പോകുന്ന വാഹനങ്ങൾ പലതും മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരികെ എടുക്കുന്നത്. തൊടുപുഴ നഗരത്തിൽ റോഡും നടപ്പാതയും കയ്യേറി വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് തുടരുന്നു. ഇടുക്കി റോഡ്, മൂവാറ്റുപുഴ റോഡിൽ റെസ്റ്റ് ഹൌസിന് സമീപം, മാർക്കറ്റ് റോഡ്, സിവിൽ സ്റ്റേഷന് മുന്നിലൂടെ കടന്നുപോകുന്ന അമ്പലം ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് ഈ കാഴ്ച ഏറെയും. മിക്കയിടങ്ങളിലും നോ പാർക്കിംഗ് ബോർഡുകളുടെ മുന്നിലാണ് വാഹനങ്ങൾ നിർത്തിയിടാറുള്ളത്. അവധിക്കാലമായതിനാൽ നഗരത്തിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഷോപ്പിംഗിനും മറ്റുമായി നിരവധി പേരാണ് ടൗണിലേക്ക് ഇറങ്ങുന്നത്. പാർക്കിംഗ് കസ്റ്റമേഴ്സ് ഓൺലി ബോർഡുകൾ മിക്ക വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും ആവശ്യത്തിന് സൗകര്യമില്ല. നഗരസഭ നൽകിയിരിക്കുന്ന പാർക്കിംഗ് സൗകര്യങ്ങൾ അപര്യാപ്തവുമാണ്. ഇതൊക്കെയാണ് അനധികൃത പാർക്കിങ്ങിന് കാരണമാകുന്നത്. ഇടുക്കി റോഡിൽ വാഹന പാർക്കിംഗ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഇതിനു പുറമെ കാൽനട യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് വാഹനങ്ങളുടെ പോക്കും പാർക്കിംഗും. റോഡരികിൽ നിർത്തിയിട്ടു പോകുന്ന വാഹനങ്ങൾ പലതും മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരികെ എടുക്കുന്നത്. നഗരസഭ പാർക്കിങ്ങിന് കൂടുതൽ സ്ഥലം തരണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംയുക്ത ട്രേഡ് യൂണിയൻ കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. മെയ്ദിന സമ്മേളനം CITU എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് PS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. AITUC താലൂക്ക് സെക്രട്ടറി MS ജോർജ് അധ്യക്ഷത വഹിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലം നഗരത്തിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. KSRTC ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മെയ്ദിന റാലി കോതമംഗലം നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ എത്തിയതോടെ മെയ്ദിന സമ്മേളനം ആരംഭിച്ചു. CITU എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് PS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. AITUC താലൂക്ക് സെക്രട്ടറി MS ജോർജ് അധ്യക്ഷത വഹിച്ചു. HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിച്ചു. CPM ഏരിയ സെക്രട്ടറി KA ജോയ്, CITU ഏരിയ സെക്രട്ടറി CPS ബാലൻ, പ്രസിഡന്റ് PM മുഹമ്മദ് അലി, AITUC താലൂക്ക് പ്രസിഡന്റ് TC ജോയ്, KTUC M സംസ്ഥാന കമ്മിറ്റി അംഗം പോൾ മുണ്ടയ്ക്കൽ, HMS നിയോജക മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ തോപ്പിൽക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു. KM ബഷീർ, PP മൈദീൻ ഷാ, TA വാവച്ചൻ, CA അനസ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഹൈറേഞ്ചിലെ കൊടുംചൂടിലും കാഴ്ചകൾക്ക് കുളിർമയേകി കൊട്ടാരക്കര ഡിണ്ടുക്കൽ ദേശീയപാതയിലും കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും ഗുൽമോഹർ പൂവസന്തം. പ്രണയ കവിതകളിലും ദൃശ്യങ്ങളിലും സാന്നിധ്യമായ ഗുൽമോഹർ പൂക്കൾ ദേശീയ പാതയോരങ്ങളിൽ പൂവസന്തം തീർക്കുന്നത് വിനോദസഞ്ചാരികളിൽ വേനൽ ചൂടിനൊപ്പം നയന മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നു. എക്കാലത്തും വേനലിന് വസന്തമൊരുക്കിയും പ്രണയമനസ്സുകളിൽ വർണ്ണഭാവനകൾ വിരിയിച്ചും പാതയോരങ്ങൾക്ക് പൂക്കളുടെ വർണ്ണവസന്തമൊരുക്കി ഗുൽമോഹർ പൂവസന്തം ഒരുക്കാറുണ്ട്. ഇത്തവണ ഹൈറേഞ്ചിന് സൂര്യതാപം അതിന്റെ കരാളഹസ്തങ്ങളിൽ പൊതിഞ്ഞ് അസഹ്യമാക്കുമ്പോഴും മറുവശത്ത് വേനൽ ചൂടിൽ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയ പാതയോരത്തും കുമളി മൂന്നാർ സംസ്ഥാന പാതയോരങ്ങളിലുമാണ് ഗുൽമോഹർ പൂക്കൾ വിനോദസഞ്ചാരികൾക്ക് പൂക്കളുടെ വർണ്ണവസന്തം ഒരുക്കുന്നത്.
വേനൽക്കാലത്ത് പൂക്കുകയും വസന്തം കഴിയുന്നതോടെ ഇല പൊഴിയുകയും ചെയ്യുന്ന ഒരു മരമാണ് അലസിപ്പൂമരം അഥവാ ഗുൽമോഹർ. ഇതിന്റെ ശാസ്ത്രീയ നാമം ഡിലോനോണിക്സ് റീജിയ എന്നും ഇംഗ്ലീഷിൽ റോയൽ പോയിനിക്കാന അഥവാ ഫ്ലാമോ ബോയന്റ് ഡെലോനിക്സ് റീജിയ എന്നുമാണ്. കേരളത്തിലെ വഴിയോരങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ മരങ്ങൾ പൂവണിയുന്നു. ചില വർഷങ്ങളിൽ ഇത് നേരത്തെയും ചിലപ്പോൾ വൈകിയും പൂവിടാറുണ്ട്. പൂക്കൾ കൊഴിഞ്ഞ് വഴിയോരങ്ങൾക്ക് വർണ്ണാഭ നൽകാറുമുണ്ട്. തണൽ വൃക്ഷമായി വച്ചുപിടിപ്പിക്കുന്ന ഇതിന്റെ തടി വിറകായി ഉപയോഗിക്കുന്നു. തണ്ടിൽ അധികം ബലമില്ലാത്തതുകൊണ്ട് മഴക്കാലത്ത് ശാഖകൾ വീണ് വഴിയാത്രക്കാർക്ക് ഈ മരം മാർഗതടസ്സം ആവുകയും അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. മധുരാശിമരം എന്നും പേരുണ്ട് ഗുൽമോഹർ മരത്തിന്. നല്ല സൂര്യപ്രകാശം ആവശ്യമായ ഇതിന് ചെറിയ വരൾച്ചയും ശൈത്യവും താങ്ങുവാനാകും. അലങ്കാരത്തിനും തണലിനുമായി വളർത്താറുള്ള അലസിപ്പൂമരം അഥവാ ഗുൽമോഹറിന്റെ സ്വദേശം മഡഗാസ്കറാണ്. അലങ്കാര വൃക്ഷമെന്ന നിലയിൽ അലസിപ്പൂമരം അഥവാ ഗുൽമോഹർ ഭാരതത്തിലെത്തിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി. പരമാവധി 10 മീറ്ററിലധികം ഉയരത്തിലേക്ക് ഈ വൃക്ഷം വളരാറില്ല. അത്രയുമായാൽ പിന്നെ ഇവയുടെ തലപ്പ് പരന്ന് പന്തലിക്കും. ഇലകൾ വളരെ ചെറുതാണ്. ഇവയുടെ വലിപ്പം പരമാവധി 1/2 സെന്റിമീറ്റർ മാത്രമാണ്. വേനൽക്കാലത്താണ് അലസിപ്പൂമരം അഥവാ ഗുൽമോഹർ പൂക്കുക. ശാഖാഗ്രത്തിൽ കുലകളായാണ് പൂക്കൾ വിടരുക. പൂവിന് ചുവപ്പ് നിറവും മിക്കവാറും സ്പൂണിന്റെ ആകൃതിയും ആയിരിക്കും. പരന്ന പച്ചത്തലപ്പും അത് നിറയെ ചുവപ്പ് പൂക്കളുമായി നിൽക്കുന്ന അലസിപ്പൂമരം അഥവാ ഗുൽമോഹർ കാണാൻ ഭംഗിയാണ്. പക്ഷേ നല്ല കാറ്റിൽ ഇവ പിഴുത് വീഴാൻ സാധ്യതയുമുണ്ട്. ഇതിന്റെ വേരുകൾ ആഴത്തിലേക്ക് പോകുന്നവയല്ല, ചുവട്ടിൽ തന്നെ വ്യാപിച്ചു നിൽക്കും. അതുകൊണ്ട് ഗുൽമോഹറിന്റെ ചുവട്ടിൽ മറ്റു ചെടികൾ വളരാനുള്ള സാധ്യത കുറവാണ്. തോടോടുകൂടിയ കായ നീണ്ടു പരന്നതാണ്. 50 സെന്റിമീറ്ററോളം നീളവും 4 സെന്റിമീറ്റർ വീതിയുമുണ്ടാകും ഇവയുടെ കായകൾക്ക്. കായ ഏറെ നാളുകൾക്ക് ശേഷമേ മരത്തിൽ നിന്നും അടർന്നു വീഴുകയുള്ളൂ. ഒക്ടോബറിൽ ആണ് കായ വിളയുന്നത്. ഇത് വളരെക്കാലം മരത്തിൽ തന്നെ കിടക്കും. വിത്തുകൾ പാകിയും അലസിപ്പൂമരം വളർത്തിയെടുക്കാം. ഇതുകൂടാതെ വേരിൽ നിന്നും തൈകൾ ഉണ്ടാകും. ഈ തണ്ട് മുറിച്ച് നട്ടാലും ഇവ കിളിർക്കും എന്നതാണ് അലസിപ്പൂമരം അഥവാ ഗുൽമോഹറിന്റെ പ്രത്യേകത. കേരളത്തിൽ കാട്ടിലും നാട്ടിലും ഈ മരം ധാരാളമുണ്ട്. തടിയുടെ ഈടും ബലവും കുറവാണ്. മുഖ്യമായും വിറകിനാണ് അലസിപ്പൂമരത്തിന്റെ തടി ഉപയോഗിക്കുന്നത്. സിസാൽപിനിയോസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട അലസിപ്പൂമരത്തിന്റെ അഥവാ ഗുൽമോഹറിന്റെ ശാസ്ത്രനാമം ഡിലോനോണിക്സ് റീജിയാറാഫ് എന്നാണ്. ഗുൽമോഹർ, ഗോൾഡൻ മോഹർ എന്നെല്ലാം ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നുമുണ്ട്. ഇത്തരത്തിൽ ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഗുൽമോഹറാണ് കൊടും ചൂടിലും വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും പൂക്കളുടെ കാഴ്ച വസന്തം ഒരുക്കുന്നത്. BBC ന്യൂസ്, കുമളി. ഇടുക്കി ജില്ലാ അക്വാട്ടിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല നീന്തൽ പുതിയ ബാച്ചിന്റെ പരിശീലനം വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ ആരംഭിച്ചു. പരിശീലന പരിപാടി മുൻ സന്തോഷ് ട്രോഫി താരം PA സലിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള അക്വാട്ടിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബേബി വർഗീസ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല നീന്തൽ പുതിയ ബാച്ചിന്റെ പരിശീലനം വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ ആരംഭിച്ചു. പരിശീലന പരിപാടി മുൻ സന്തോഷ് ട്രോഫി താരം PA സലിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള അക്വാറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബേബി വർഗീസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി ജോസഫ്, സെക്രട്ടറി അലൻ ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികൾക്കുള്ള പരിശീലനം കിഡ്സ് പൂളിലും വനിതകൾക്കും പുരുഷന്മാർക്കുമുള്ള പരിശീലനം പ്രധാന പൂളിലും ആരംഭിച്ചു. പുതിയ ബാച്ചിന്റെ പരിശീലനം മെയ് 31-ന് സമാപിക്കുമെന്ന് സെക്രട്ടറി അലൻ ബേബി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴ നഗരസഭയിൽ നിന്ന് വിരമിച്ച നഗരസഭ ടൗൺ ഹാൾ വാച്ചർ ജയകുമാറിന് നഗരസഭ കൗൺസിൽ ഹാളിൽ യാത്രയയപ്പ് നൽകി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി അധ്യക്ഷത വഹിച്ച യാത്രയയപ്പ് യോഗം നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജയൻ മറുപടി പ്രസംഗവും നടത്തി. തൊടുപുഴ നഗരസഭയിൽ നിന്നും വിരമിച്ച നഗരസഭ ടൗൺ ഹാൾ വാച്ചർ ജയകുമാറിന് നഗരസഭാ കൗൺസിൽ ഹാളിൽ യാത്രയയപ്പ് നൽകി. 39 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. മുനിസിപ്പൽ ഓഫീസ്, നൈറ്റ് വാച്ചർ, ടൗൺ ഹാൾ വാച്ചർ, മുനിസിപ്പൽ പാർക്ക്, മുനിസിപ്പൽ മൈതാനം എന്നിവയുടെ ചുമതല പല ഘട്ടങ്ങളിലായി വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൗൺ ഹാൾ വാച്ചറുടെ ചുമതലയാണ് വഹിച്ചിരുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി അധ്യക്ഷത വഹിച്ച യാത്രയയപ്പ് യോഗം നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. കഴിഞ്ഞ ഇത്രയും കാലം എത്ര കൗൺസിലുകളിലൂടെ മാറി വന്നിട്ടും ആ കൗൺസിലുള്ള അംഗങ്ങൾ, ഇവിടെ വന്നു പോയിട്ടുള്ള ജീവനക്കാർ, നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, തൊടുപുഴ നഗരത്തിലെ എല്ലാ മേഖലയിലുള്ള ജനങ്ങളുമായിട്ട് ഒരേ രീതിയിൽ അടുത്തിടപഴകി ആരോടും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി. ഞാൻ ഇന്നലെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരു ഫോട്ടോ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ
ടംകാളിൽ വന്ന പരിപാടികൾ നടത്തി പോയിട്ടുള്ള ആളുകളെല്ലാം അവരെത്രമാത്രം ഓർക്കുകയാണ്. ആ ചേട്ടനെ ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, പരിചയപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ പ്രോഗ്രാം നടത്തി തിരിച്ചു പോകുന്നവരിൽ സഹോദര തുല്യതയെ പോലെ ഞങ്ങളോട് ഇടപഴകുകയും പെരുമാറുകയും ചെയ്ത ചേട്ടന് ഒരു പ്രാവശ്യം കണ്ട ആളുകൾ വരെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും കിട്ടുന്നതല്ല. എല്ലാവരോടും ഒരേപോലെ പെരുമാറുവാനും ഇടപഴകുവാനും ഒക്കെയുള്ള നല്ലൊരു മാനസികാവസ്ഥയും മനസ്സുമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ടീച്ചറോട് സൂചിപ്പിച്ചതുപോലെ കുടുംബപരമായിട്ട് കുട്ടികളെല്ലാം അത്യാവശ്യം സെറ്റിലായിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ, പൊതുമരാമത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ, കൗൺസിലർമാരായ R ഹരി, ജിതേഷ് C, നഗരസഭാ സെക്രട്ടറി ബിജുമോൻ P ജേക്കബ്, നഗരസഭാ സൂപ്രണ്ടുമാരായ പത്മാവതി KE, സജിമോൻ എടക്കര, നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജി CT, സംഘടനാ പ്രതിനിധികളായ മനോജ് കുമാർ, പ്രജീഷ് കുമാർ, ബിജോ മാത്യു, സിജു എന്നിവർ പ്രസംഗിച്ചു. JNM മൊമന്റോ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജും ജീവനക്കാരുടെ ഉപഹാരം നഗരസഭാ സെക്രട്ടറി ബിജുമോൻ P ജേക്കബും നൽകി. സാനിറ്റേഷൻ ജീവനക്കാർ മറ്റൊരു ഉപഹാരവും നൽകി. യാത്രയപ്പ് യോഗത്തിന് ജീവനക്കാർ, കൗൺസിലേഴ്സ്, ജയന്റെ കുടുംബാംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ജയൻ മറുപടി പ്രസംഗവും നടത്തി. നമ്മള് കൊച്ചിലെ മുതൽ ടൗണിൽ ഇറങ്ങി ശീലിച്ചായാലോ വീട്ടിൽ പോയി കിടന്നാൽ നമ്മൾ ടപ്പുന്ന രോഗിയായി ഒരു പരിപാടി നടക്കില്ല. ഒരു മാസത്തെ പരിപാടി നടത്തിയില്ലെങ്കിൽ പിന്നെയാട്ടെ എന്നൊരു തോന്നലുകളും അപ്പൊ നടക്കാണ്ട് പോകും. അപ്പൊ ഞാൻ ഈ സമയത്ത് തന്നെ ഇവിടുന്ന് ഗുജറാത്തിൽ പോയി അവിടെ ചെന്ന ആൾക്കാരെ കണ്ടു. തന്നെ പോകുള്ളൂ. ഭാഷ എനിക്ക് വശമൊന്നുമില്ല, എന്നാലും ഞാൻ ആശയമൊക്കെ കാണും. ഇതെല്ലാം റെഡിയാക്കി എടുത്തോണ്ട് വിചാരിച്ചു. സാരി എല്ലാം ഒക്കെ റെഡിയാക്കി, ഈറോഡ് ഒന്ന് സാരി റെഡിയാക്കി, പുത്താമ്പള്ളി ഒന്ന് സാരി റെഡിയാക്കി, എല്ലാം ഒക്കെ പോയി പേയ്മെന്റ് അടച്ച് എടുത്തുകൊണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ജീവിതങ്ങൾ എല്ലാം ഇത്രയും നാളും സംഗതി സ്നേഹിക്കുകയും താലോലിക്കുകയും എന്റെ സങ്കടത്തിനും സന്തോഷത്തിലും പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും സംഗതി അന്ന് പറയുകയാണ്. അതേപോലെ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് കൂടി ഒന്ന് വന്ന് സംഗതി എൻ്റെ ഒരു ചെറിയൊരു പാർട്ടിയും പരിപാടിയും വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കൾ വരാത്തത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അതോടുകൂടി പങ്കെടുത്തിട്ട് വേണം എല്ലാവരും പിരിയാൻ. തൊടുപുഴ നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിന് ക്ലീൻ സിറ്റി മാനേജർ M മീരാൻ കുഞ്ഞ് സ്വാഗതവും VSM നസീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തീർത്ഥാടന കേന്ദ്രമായ മുതലക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ 8ാം ഇടം തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 7:30 ഫാദർ ഫ്രാൻസിസ് സാലപ്പാട്ട്, 9 ഫാദർ അബ്രാഹം പാറയ്ക്കൽ, 2:30 ഫാദർ ജോസഫ് കൂനാനിക്കൽ, 4:30 ഫാദർ ജോസഫ് പുളിക്കൽ ജൂനിയർ എന്നിവർ വിശുദ്ധ കുർബാന സമർപ്പിച്ചു. രാവിലെ 10:30 ഫാദർ അനീഷ് പുളിക്കൽ OFM ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണവും നടന്നു. തിരുനാളിൽ സംബന്ധിച്ച ഏവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ ജോർജ് താണത്തുപറമ്പിൽ ആശംസിച്ചു. ധൈര്യശാലിയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് കത്തോലിക്ക സഭ നേരിടുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം. അത് ഈ ക്രൈസ്തവ ധൈര്യമില്ലായ്മ എന്നുള്ളതാണ്. ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം മാമോദീസ സ്വീകരിച്ച ക്രൈസ്തവർക്ക് ഈ ക്രിസ്തീയ ധൈര്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ധീരന്മാരായിട്ട് സഭയിൽ ജീവിക്കേണ്ടവരാണ്. വിശുദ്ധ ഗീവർഗീസിന്റെ പാരമ്പര്യത്തില് ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവും ഒരു സൈന്യാധിപനായിരുന്നു. വിശ്വാസത്തിന് വേണ്ടി താൻ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവത്യാഗം വരിച്ച ഒരു മനുഷ്യനാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ
തിരുനാൾ 24-ാം തീയതി ആയിരുന്നു. ഇന്ന് അതിൻ്റെ 8-ാം ദിവസം മെയ് 1-ന് ആഘോഷിക്കുകയാണ്. ഇന്നൊരു പൊതു അവധി ദിവസമാണ്. ധാരാളം തീർത്ഥാടകരും വിശ്വാസികളും പല ഭാഗങ്ങളിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മഹാവിശുദ്ധനായ ഗിവറീസിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കൂടിയാണ് എല്ലാവരും എത്തിച്ചേരുന്നത്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും അവരുടെ ജീവിതാവശ്യങ്ങളും പ്രശ്നങ്ങളും തങ്ങളെ തന്നെയും ബലിപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പോവുകയും ചെയ്യുന്നു. എല്ലാവരുടെയും തീർത്ഥാടകരുടെയും മുത്തപ്പൻ്റെ ഭക്തരുടെയും എല്ലാം ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. അനുഗ്രഹം, ദൈവാനുഗ്രഹം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും സമർപ്പണവുമാണ് കുര്യാച്ചൻ ചേട്ടനെ വ്യത്യസ്തനാക്കുന്നത്. ഈ തൊഴിലാളി ദിനത്തിൽ തികച്ചും വ്യത്യസ്തനായ ഇടുക്കി മേലച്ചിന്നാർ സ്വദേശിയായ കുര്യാച്ചൻ കൊട്ടാരത്തിലിനെ പരിചയപ്പെടാം. ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്. 45 വർഷത്തിലേറെയായി കുര്യാച്ചൻ ചേട്ടൻ നടപ്പും ചുമടും ആരംഭിച്ചിട്ട്. മുമ്പ് 40 കിലോമീറ്റർ ദൂരം വരെ നടക്കുമായിരുന്നു. ഇപ്പോൾ 10 കിലോമീറ്ററോളം ദൂരം പത്രക്കെട്ടും ചുമന്ന് നടക്കുകയാണ്. മുമ്പ് കട്ടപ്പനയിൽ നിന്നും ഇരട്ടിയാർ വഴി പത്രക്കെട്ടുമായി നടന്ന് പെരിഞ്ചാംകുട്ടി മുള്ളരിക്കുടി വരെ എത്തിയിരുന്നു. പിന്നീട് ഇരട്ടിയാറിൽ നിന്നും നടപ്പാരംഭിച്ചു. ഇപ്പോൾ ഇരട്ടിയാറിൽ നിന്നും ഓട്ടോറിക്ഷയിൽ മേലച്ചിന്നാർ വരെ പത്രം എത്തിച്ച ശേഷം തലച്ചുമടായി പെരിഞ്ചാംകുട്ടി വരെ ചുമക്കുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണിതെന്ന് അഭിമാനത്തോടെ പറയുന്നയാളാണ് കുര്യാച്ചൻ ചേട്ടൻ. ഒരിക്കൽ പോലും അവധിയെടുക്കാറില്ല. ഒരു തരത്തിലുള്ള അസുഖങ്ങളും നാളിതുവരെ ഉണ്ടായിട്ടില്ല. പത്രസഭയായിട്ട് പോയതുകൊണ്ട് ഒരു ജലദോഷമോ പനിയോ കാര്യങ്ങളോ ഒന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുകയാണ്. പ്രഭാതത്തിൽ ഏൽക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും അത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. വലിയ രോഗങ്ങളോ പ്രയാസങ്ങളോ അതിൻ്റെ പേര് ഇന്ന് വരെ പത്രം കുത്തുന്ന ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. കാരണം സാധാരണ ആരെങ്കിലുമൊക്കെയാണ് പത്രം ഏൽപ്പിക്കുക എന്തെങ്കിലും ചെയ്യുന്നത്. അതിൻ്റെ പോലും ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഇതിനെ കണക്ക് കൂട്ടും. പത്രങ്ങളും ആനുകാലികങ്ങളും വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ച ശേഷം തിരികെ മേലച്ചിന്നാറിലെ വീട്ടിലേക്ക് നടക്കുന്നയാളാണ് കുര്യാച്ചൻ ചേട്ടൻ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം കോഴിപ്പള്ളി പുഴ വറ്റിവരണ്ടു. കോതമംഗലം താലൂക്കിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിലും കുടിവെള്ളം വിതരണം നടത്തുന്നതിനുള്ള കോഴിപ്പള്ളി ട്രീറ്റ്മെന്റിലെ പ്രവർത്തനമാണ് പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ അവതാളത്തിലായത്. കുടിവെള്ളം വിതരണം നാമമാത്രമായി നടത്താനേ വാട്ടർ അതോറിറ്റിക്ക് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോതമംഗലം കോഴിപ്പള്ളി പുഴ വറ്റിവരണ്ടു. താലൂക്ക് കുടിവെള്ള ക്ഷാമത്തിലേക്ക്. കോതമംഗലം താലൂക്കിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിലും കുടിവെള്ളം വിതരണം നടത്തുന്നതിനുള്ള കോഴിപ്പള്ളി ട്രീറ്റ്മെന്റിലെ പ്രവർത്തനമാണ് പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ അവതാളത്തിലായത്. കുടിവെള്ളം വിതരണം നാമമാത്രമായി നടത്താനേ വാട്ടർ അതോറിറ്റിക്ക് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. കോഴിപ്പള്ളി പുഴയിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ചെക്ക് ഡാമിൽ നിന്നാണ് കുടിവെള്ള സംസ്കരണ പ്ലാന്റിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത്. പുഴ വറ്റി വരണ്ടതോടെ ചെക്ക് ഡാമിലും ആവശ്യത്തിന് വെള്ളമില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. വേനൽ കടുത്തതും ആവശ്യത്തിന് വേനൽ മഴ ലഭിക്കാത്തതുമാണ് പ്രധാന കാരണം. പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്ന സാഹചര്യത്തിൽ പെരിയാർ വാലി ബ്രാഞ്ച് കനാൽ വഴി കോഴിപ്പള്ളി പുഴയിലേക്ക് വെള്ളം ഒഴുക്കിയാണ് മുൻകാലങ്ങളിൽ പ്രതിസന്ധി പരിഹരിച്ചിരുന്നത്. പുഴയിലെ വെള്ളം വറ്റിയിട്ടും വെള്ളം വിട്ടു നൽകാൻ പെരിയാർ വാലി അധികൃതർ തയ്യാറാകാത്തതാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. പ്രസ് ക്ലബിന് മുന്നിൽ പതാക ഉയർത്തിയാണ് സ്ഥാപക ദിനം ആചരിച്ചത്. ലൈബ്രറി കൗൺസിൽ എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് നെൽസൺ പനക്കൽ അധ്യക്ഷത വഹിച്ചു. KJU എറണാകുളം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. പ്രസ് ക്ലബിന് മുന്നിൽ പതാക ഉയർത്തിയാണ് സ്ഥാപക ദിനം ആചരിച്ചത്. ലൈബ്രറി കൗൺസിൽ എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് നെൽസൺ പനക്കൽ അധ്യക്ഷത വഹിച്ചു. KJU എറണാകുളം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി KS സന്തോഷ് കുമാർ, ജോളി ജോസഫ്, അബ്ദുൾ സുബേർ, ലിനു പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരായ നെൽസൺ പനക്കൽ, അബ്ബാസ് ഇടപ്പള്ളി, PG ബിജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ ചൂട്ടിലെ കോൺക്രീറ്റ് മുഴുവൻ ഇളകിപ്പോയി ലൈൻ കമ്പിയിലേക്ക് പതിച്ച് വൻ അപകടം ഉണ്ടാകാൻ സാധ്യത. കാലങ്ങളായി തുരുമ്പ് പിടിച്ച ലൈറ്റുകൾ പ്രവർത്തനരഹിതമായ നിലയിലുമാണ്.
രജത ജൂബിലി നിറവിൽ വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രജത ജൂബിലി ആഘോഷം മെയ് 5-ന് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ നഗരത്തിൽ റോഡും നടപ്പാതയും കയ്യേറി വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് തുടരുകയാണ്. മിക്കയിടങ്ങളിലും നോ പാർക്കിംഗ് ബോർഡുകളുടെ മുന്നിലാണ് വാഹനങ്ങൾ നിർത്തിയിടാറുള്ളത്. നഗരസഭ നൽകിയിരിക്കുന്ന പാർക്കിംഗ് സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. സംയുക്ത ട്രേഡ് യൂണിയൻ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. CITU എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് PS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിൽ നിന്ന് വിരമിച്ച നഗരസഭ ടൗൺ ഹാൾ വാച്ചർ ജയകുമാറിന് നഗരസഭ കൗൺസിൽ ഹാളിൽ യാത്രയയപ്പ് നൽകി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി അധ്യക്ഷത വഹിച്ച യാത്രയയപ്പ് യോഗം നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.